ഓണം എന്നത് മലയാളികൾക്ക് വെറുമൊരു ഉത്സവമല്ല, അത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സുവർണ ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന, ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം എന്ന മഹത്തായ നമ്മുടെ ആഘോഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ദുബായ് KCCയുടെ ആഭിമുഖ്യത്തിൽ 2025 വർഷത്തിലെ ഓണാഘോഷത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഔദ്യോഗികമായ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഷാജു ജോസഫ്, പ്രസിഡന്റ് KCC ദുബായ്, KCW UAE പ്രസിഡന്റ് LV മരിയ ഇമാനുവൽ, KCW UAE പ്രസിഡന്റ് LV മരിയ ഇമാനുവൽ, KCYL UAE പ്രസിഡന്റ് ജോർജ് ഊട്ടി പുളിയപ്പള്ളിൽ, KCW ദുബായ് പ്രസിഡന്റ് ജെബ തോമസ്, KCYL ദുബായ് പ്രസിഡന്റ് ടോം എലിയാസ്, KCSL ദുബായ് പ്രസിഡന്റ് എലൈന ബിജു. നല്ലൊരു കയ്യടി നൽകി നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. So, നമ്മുടെ ഇന്നത്തെ program, to start it off by seeking God's blessings, I invite to lead us, I invite Elena, Hannah and Tiona. Kindly requesting everyone to please rise. നമ്മുടെ വിശിഷ്ടാതിഥികളെയും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി KCC ദുബായ് സെക്രട്ടറി മനോജ് ജോസഫ് അങ്കിളിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ജ്ഞാനായ കുടുംബാംഗങ്ങളെ, ഇന്ന് KCC ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളിന്ന് ഓണം കൊണ്ടാടുകയാണ്, ഓണം ആഘോഷിക്കുകയാണ്.
എല്ലാവരും തന്നെ രാവിലെ ഏറ്റവും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും ആയി ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇന്നത്തെ ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. ഓണം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെയോ അവളുടെയോ ഹൃദയ സ്പന്ദനമാണ്. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. നമ്മൾ അത് ആഘോഷിക്കുവാനായിട്ട്, നമ്മുടെ ഐക്യം ഉറപ്പിക്കുവാനായിട്ട് ആണ് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ആദ്യം തന്നെ KCC ദുബായ് പ്രസിഡന്റ്, നമ്മുടെ കുടുംബനാഥൻ ശ്രീ ഷാജു ജോസഫ് തത്തങ്കണറ്റുകര, മീനച്ചിലാറ്റിൻ്റെ ഓളപ്പരപ്പിലൂടെ ദുബായ് ജ്ഞാനായ ചുണ്ടൻ മുന്നേറുമ്പോൾ അതിൻ്റെ അമരത്തിരുന്ന് നമ്മെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ ഷാജു ജോസഫ് തത്തങ്കണറ്റുകരയെ, ഇന്നത്തെ നമ്മുടെ കുടുംബനാഥനെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് ഹാർദവമായി നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ KCWA UAE പ്രസിഡന്റ് ശ്രീമതി LV മരിയ ഇമ്മാനുവലിനെയാണ്. ശ്രീമതി LV മരിയ ഇമ്മാനുവൽ നമുക്ക് ഏവർക്കും അഭിമാനമാണ്. KCWA UAEയുടെ ആദ്യ പ്രസിഡന്റായിട്ട് KCWA UAEനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി LV മരിയ ഇമ്മാനുവലിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഇന്നത്തെ ഓണാഘോഷ പരിപാടികളിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ KCYL UAE പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി പുളിയാപ്പള്ളിയിലാണ്. ശ്രീ ജോർജ് കുട്ടി പുളിയാപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം KCYL ദുബായിയുടെ പ്രസിഡന്റായിരുന്നു. ഈ വർഷം KCYL UAE നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അഭിമാനകരമായ ഒത്തിരി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടു നടക്കുന്ന KCYLനെ മുന്നോട്ട് നയിക്കുന്ന KCC ദുബായിയുടെ ഭാഗമായിരിക്കുന്ന ശ്രീ ജോർജ് കുട്ടി പുതിയപള്ളിയെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് KCWA ദുബായ് പ്രസിഡന്റ് ശ്രീമതി ജേബ തോമസ് ചെമ്മഴിക്കാടിനെയാണ്. KCWAയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ KCWA മുന്നോട്ട് നയിക്കുന്ന KCC ദുബായിയുടെ ഭാഗമായിട്ട് KCC ദുബായിക്ക് എപ്പോഴും സപ്പോർട്ടും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ശ്രീമതി ജേബ തോമസ് ചെമ്മഴിക്കാടിനെയും ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് KCYL ദുബായ് പ്രസിഡന്റ് ശ്രീ ടോം ഏലിയാസ് പൂവത്തുമുട്ടലിനെയാണ്. നമുക്കറിയാം, ടോമിൻ്റെ നേതൃത്വത്തിൽ KCYL ടീം എപ്പോഴും KCCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും സജീവമായും ഏറ്റവും ആത്മാർത്ഥവുമായും പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ കയറി വന്നപ്പോൾ ഏറ്റവും മനോഹരമായൊരു പൂക്കളം നിങ്ങൾ കണ്ടു കാണും. അതെല്ലാം അവരുടെ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായിട്ട് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ആ KCYLനെ ദുബായിനെ നയിക്കുന്ന ശ്രീ ടോം ഏലിയാസ് പൂവത്തുമുട്ടലിനെയും ഇന്നത്തെ ഈ ഓണപരിപാടികളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ KCSL ദുബായ് പ്രസിഡന്റ് മിസ് എലൈന എലീസ ബിജു അറക്കലിനെയാണ്. നമുക്കറിയാം, എലൈന ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാസങ്ങളായിട്ട് ഓടി നടക്കുകയായിരുന്നു. പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചും കൊറിയോഗ്രാഫി ഒക്കെ ഓടി നടക്കുകയായിരുന്നു. വളരെ വളരെ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ശ്രീമതി മിസ് എലൈന. നമുക്കറിയാം, നമ്മൾ ആൽബത്തിൽ കണ്ടിട്ടുണ്ട്. എലൈന ഒരു ഭാവിയുടെ വാഗ്ദാനമാണ്. നമുക്ക് ഒരുപക്ഷെ വരും നാളുകളിൽ ചിലപ്പോൾ സിനിമയിലോ മോഡലായിട്ടോ ആൽബങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മുഖമാണ്.
KCSL ദുബായിനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കുന്ന KCCയുടെ ഭാഗമായിരുന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന മിസ് എലീസ ബിജുവിനെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹൃദ്യമായും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായിട്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും വിജയത്തിൻ്റെ നെടുംതൂൺ. നിങ്ങൾ രാവിലെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. നിങ്ങളെയാണ് ഏറ്റവും ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കാം. ഇന്നത്തെ ഈ ഓർമ്മ, ഇന്നത്തെ ഈ ആഘോഷത്തിൻ്റെ ഓർമ്മ എന്നും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഹൃദയത്തിൽ പതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും KCC ദുബായ് കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നമ്മളിന്ന് ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു. അടുത്തതായി നമുക്ക് ഓണസന്ദേശം നൽകുന്നതിനായി നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ KCC ദുബായ് പ്രസിഡന്റ് മിസ്റ്റർ ഷാജി ജോസഫിനെ ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികളെ, KCC ദുബായിയുടെ സീനിയർ മെമ്പേഴ്സ്, ഒപ്പം KCC ദുബായിയുടെ ഇന്നത്തെ ഓണം പ്രോഗ്രാം 2025 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. ഓണമെന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇപ്പോൾ എല്ലാവരും അന്തർദേശീയപരമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, യു എയിലുള്ള മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റ് രാജ്യക്കാർ പോലും കേരളീയ വസ്ത്രമൊക്കെ ധരിച്ച് ഓഫീസിലും മറ്റു വരികയും നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഓണമൊരു വിളവെടുപ്പ് ഉത്സവമായി എന്ന് നാം പറയുമായിരുന്നു. തീർച്ചയായും അത് അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, ഓണം മനുഷ്യനെയും പ്രകൃതിയെയും കൂടി അടുപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. പ്രകൃതി മനുഷ്യനായി ഒരുക്കി വച്ചിരിക്കുന്ന പച്ചപ്പിൻ്റെയും ശാന്തതയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ ഒരു പ്രതിഫലം കൂടിയാണ് ഈ ആഘോഷം. പണ്ടൊക്കെ ഓണമാകുമ്പോൾ ഒരു തറവാട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമായിരുന്നു. അതുകൊണ്ട് തന്നെ KCC ദുബായ് ആകുന്ന വലിയ കുടുംബത്തിലേക്ക് പൊന്നോണം ആഘോഷിക്കുവാൻ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സമയം ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരും കിട്ടുന്ന സമയം പരസ്പരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് സൗഹൃദം ഉറപ്പിക്കുക. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഇന്ന് ആഘോഷിക്കുക. കഴിഞ്ഞ 3 മാസമായി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അക്ഷീണം പ്രയത്നിച്ച് നമ്മുടെ കുഞ്ഞുകുട്ടികളും യുവാക്കളും മുതിർന്നവരും ചേർന്ന് ഒത്തിരി കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പരിപാടികളും നിങ്ങൾ ആസ്വദിക്കുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ പരിപാടികൾ മനോഹരമാക്കാൻ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ്, എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റർ, പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥ പ്രയത്നവും കൊണ്ടാണ് ഇന്നത്തെ ദിവസം ശരിക്കും ഒരു ആഘോഷമായി മാറുന്നത്. അല്ലെങ്കിൽ ഇത് വെറുമൊരു ഒത്തുചേരൽ മാത്രമായിരുന്നേനെ. അതുപോലെ കഴിഞ്ഞ നാളുകൾ KCC ദുബായെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരമാവധി പ്രവർത്തിക്കുവാൻ സാധിച്ചു. KCC UAE കാനായ കൂട്ടായ്മയെ വളരെ മികവോടെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ KCC ദുബായിയുടെ പങ്ക് വളരെ വലുതാണ്. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സീനിയേഴ്സ് മെമ്പേഴ്സിനെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രവർത്തനങ്ങളിൽ ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കളികളും പരിപാടികളും വരാൻ പോകുന്ന ഈ വേദിയിൽ ഞാനിനി അധികം സംസാരിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും KCC ദുബായിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഓണത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയൊരു ആഘോഷമാകാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. KCC കമ്മിറ്റി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഷാജു അങ്കിളിനെ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഇന്നത്തെ ഈ തുടക്കം മനോഹരമാക്കാം. ദുബായ് KCC പ്രസിഡന്റ് ഷാജു ജോസഫ് തിരികൾ തെളിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അടുത്തതായി KCWA UAE പ്രസിഡന്റ് LV ചേച്ചി KCSL പ്രസിഡന്റ് എലൈനയും കൂടി ചേർന്ന് തിരികൾ തെളിച്ചിരിക്കുകയാണ്. അടുത്തതായി KCCയുടെ സെക്രട്ടറി ആൻഡ് ട്രഷറർ. നല്ലൊരു കയ്യടി നൽകാം. അടുത്തതായി KCYL UAE പ്രസിഡന്റ് ആൻഡ് KCYL ദുബായ് പ്രസിഡന്റ് ജോർജ് ചേട്ടായി ആൻഡ് ടോം ചേട്ടായി ചേർന്ന് തിരികൾ തെളിക്കുന്നു. അടുത്തതായി KCWA ദുബായ് പ്രസിഡന്റ് ജയബ ചേച്ചി KCSL കോർഡിനേറ്റർ രേഷ്മ ചേച്ചിയും കൂടി ചേർന്ന് തിരികൾ തെളിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ KCWA UAEയുടെ പ്രസിഡന്റായ മിസ്സസ് LV മരിയ എമാനുവലിനെ ഫെലിസിറ്റേഷനായി ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ ഓണം അറ്റയറിൽ സെറ്റും മുണ്ടിലും ആണെങ്കിലും വെള്ളമുണ്ടിലും ഒക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരുമായി കാണാൻ പറ്റുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ KCCയുടെ ഓണം സെലിബ്രേഷൻസ്. സദ്യ പൊതുവേ പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഓണത്തിന് സദ്യ കഴിക്കുമ്പം ഒരു സന്തോഷം തന്നെയാണ്. നമ്മുടെ KCC ദുബായിനെ നോക്കുമ്പം തന്നെ, ഈ വേദി തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം 3 പെണ്ണുങ്ങളും 3 ആണുങ്ങളും. അപ്പം എല്ലാത്തിലും ഏറ്റവും നന്നായിട്ട് ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് KCC UAEനെ അത് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആണ്. എല്ലാ സംഘടനകളും, ഈവൻ KCWA ആയിക്കോട്ടെ, KCSL ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും പണ്ടത്തെ നമ്മൾ പറയും ഓണം ഈസ് ഓൾവേസ് അബൌട്ട് മഹാബലി, ഇസ് യൂണിറ്റി, ഹാർമണി ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ബീങ് എ പാർട്ട് ഓഫ് KCC Dubai, I am so proud to see all this happening here. മാവേലി ഇപ്പം ശരിക്കും ഇവിടെ വരുമ്പോൾ he'll also be happy for sure. So basically നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റിൽ എപ്പോഴും യൂണിറ്റി, that is togetherness in everything we do, equality, treating everyone with dignity and respect, be it high, small, whatever, happiness in every small thing that you do it joyfully. Like ഒന്നും വെച്ചോണ്ടല്ല, എല്ലാം ചെറിയ ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുക. And this life will be really a great one to live in. And one important thing, generosity, sharing in whatever you do, caring for each other. So ഈ ഇമ്പോർട്ടൻസ് പറഞ്ഞതോട് തന്നെ KCWA ദുബായ് ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഐ തിങ്ക് ജേബ ചേച്ചി വിൽ ടെൽ യു മോർ അബൌട്ട് ഇറ്റ്. ബട്ട് ഈ ഒരു സപ്പോർട്ട് ആൻഡ് ഓൾ ദിസ് ഫോർ അസ്, especially we are very happy and thankful to KCC Dubai. So on behalf of KCWA UAE and on my behalf, I would like to wish you all a very happy and prosperous Onam. Thank you. അടുത്തതായി യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി KCWA UAE പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് ഊട്ടി പുളിയാപ്പള്ളിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ കാനായക്കാർക്ക് എല്ലാ കൂട്ടായ്മയും ഒരു ആഘോഷമാണ്. അതുപോലെ തന്നെ ഒരു ആഘോഷമാണ് നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കാനും എല്ലാം കൂടുന്നു. ഇതേ സെയിം സമയത്ത് തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും മറ്റ് സംഘടനകളിലും അംഗങ്ങളാണ്. ആ ഓണവും അങ്ങനെയുള്ള പല പരിപാടികളും പ്രാക്ടീസുകളും മാറ്റി വെച്ചിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ഗ്രാനാക്കാരുടെ കൂട്ടായ്മയ്ക്കും ഗ്രാനാക്കാരുടെ ഓണത്തിനും നമ്മുടെ പലരും ഇവിടെ കൊടുക്കുന്നുള്ളതിനുള്ള ഉദാഹരണമാണത്. ഈ ഒരു ഇമ്പോർട്ടൻസി, നമ്മുടെ സമുദായത്തിലുള്ള ഈ ഒരു ഇമ്പോർട്ടൻസി
ഇനി വരുന്ന തലമുറയും നമ്മുടെ മക്കൾക്കും നമ്മളെല്ലാവരും പകർന്നു കൊടുക്കണം. അതൊരിക്കലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെപ്പോലെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓണവും മറ്റെല്ലാ ആഘോഷങ്ങളും കാനായക്കാർ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും അറിയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി. സോ അടുത്തതായി നമുക്ക് യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ദുബായ് KCYL പ്രസിഡന്റ് ടോം എലിയാസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ. പെട്ടെന്നൊന്ന് മുന്നേ വിളിച്ചപ്പം പഠിച്ചതെല്ലാം ഇച്ചിരി മറന്നുപോയി. എന്നാലും എനിക്കിവിടെ ഓണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിന് പലരും പല പോയിൻറ്റ്സ് പറഞ്ഞു. എൽവി ചേച്ചിയൊക്കെ നമ്മുടെ ഇക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെങ്കിലും ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പം നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന നമ്മുടെ ഒരു സാഹോദര്യവും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു എഫക്റ്റാണ്. അത് നമ്മൾ പലയിടത്തും പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓണം ആഘോഷിക്കും, നിങ്ങൾ എല്ലാവരും ആഘോഷിക്കാറുണ്ടോ, അതോ നിങ്ങൾ ഹിന്ദുസ് മാത്രമാണോ ആഘോഷിക്കുന്നത്, ക്രിസ്ത്യൻസ് ആഘോഷിക്കാറുണ്ടോ? അപ്പം ഞാൻ തന്നെ ഒരു 2-3 പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണം മലയാളികളുടെ ഒരു കോമൺ ഒരു ആഘോഷമാണ്. അപ്പോൾ ആ ഓണത്തിൻ്റെ ഒരു മതസൗഹാർദ്ദവും അതുപോലെ പല കൾച്ചേഴ്സിൻ്റെ എഫക്ട്സ് എല്ലാം നമ്മളെല്ലാവരും സ്വാംശീകരിച്ച് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഓണത്തിൽ നമുക്ക് കൂടുതൽ പ്രതിഫലിക്കാൻ സാധിക്കട്ടെ. അതിന് ഓണം ഒരു പാലമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് അസോസിയേഷൻ KCYLൻ്റെ ടീംസ് എൻ്റെ മുന്നിൽ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നമ്മൾ പല കാര്യത്തിനും ഓണത്തിന് റെഡി ആയിട്ടുണ്ട്. അതെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അതുപോലെ KCCയുടെ ഈ ഓണാഘോഷം വളരെ അടിപൊളി ഒരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു. അപ്പം അടുത്തതായി ഫെലിസിറ്റേഷൻ സ്പീച്ചിനായി ഞാൻ KCW ദുബായ് പ്രസിഡൻ്റായ മിസ്സസ് ജേബ തോമസിനെ ക്ഷണിക്കുന്നു. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൂക്കൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെയും KCWയുടെയും പേരുള്ളതായ ഓണാശംസകൾ നേരുന്നു. ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശം വിളിച്ചോതുന്ന ഈ ഓണം നമ്മൾ ജ്ഞാനായക്കാർക്ക് ഒരുമയുടെ സന്ദേശം ഊട്ടിയുറപ്പിക്കുവാനുള്ള ഒരു ദിനം കൂടിയാണ്. കാരണം നമ്മുടെ ടാഗ്ലൈൻ തന്നെ ഒരുമയാണല്ലോ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മലയാളികളും ഒത്തൊരുമയോടും ജാതിമതഭേദമെന്നെ ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവം ഓണം മാത്രമാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിലെ ഓണത്തിൻ്റെ ഓർമ്മകളാണ്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മൾക്ക് ഓണത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുവാനായി നമ്മൾ ഇതുപോലെ നടത്തുന്ന ഓണപരിപാടികളിലൂടെ സാധിക്കുന്നു. ഇതിന് നമ്മൾ തീർച്ചയായും നന്ദി പറയേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും നമ്മുടെ സീനിയർ മെമ്പേഴ്സിനോടാണ്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓണനാളുകളിൽ അവർ മുടങ്ങാതെ ഒത്തൊരുമയോടെ ആഘോഷപൂർവ്വം നടത്തി വരുന്ന ഈ ഓണപരിപാടികൾ ഇന്ന് നമ്മൾ മുടങ്ങാതെ നടത്തി വരുന്നു. ഇത് തുടർന്നും മുന്നോട്ടും തടസ്സമൊന്നും കൂടാതെ നടക്കുവാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ സമയം ഒരു ചെറിയ നന്ദി പ്രകാശത്തിനായി ഞാൻ വിനിയോഗിക്കുകയാണ്. ഓക്കെ, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ഇന്നിവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശിങ്കാരിമേള അരങ്ങേറ്റം KCC ദുബായിയുടെ ഓണം പൊന്നോണം വേദിയിൽ നടക്കുവാനായി പോവുകയാണ്. ആദ്യമായി ഇതിന് ഞങ്ങളെ സഹായിച്ച ദൈവത്തോടുള്ള നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന KCC പ്രസിഡന്റ് ഷാജി ചേട്ടൻ ആൻഡ് ടീം ഞങ്ങൾ KCWയുടെ പേരിലുള്ളതായി നന്ദി അറിയിക്കുന്നു. ഇതിന് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തർക്കുമുള്ള നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെ വളരെ ക്ഷമയോടെ പഠിപ്പിച്ച, ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തന്ന ഈ അരങ്ങേറ്റത്തിനും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ CS ദാസ് സാർ ആൻഡ് ടീം, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സാറിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ പേരിവിടെ എടുത്തു പറയുവാനായിട്ട് ടൈമില്ലാത്തതുകൊണ്ടും
ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും തന്ന് ഞങ്ങളുടെ ഒപ്പം നിന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാഷയിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങൾ KCWA ഓരോ മെമ്പേഴ്സിൻ്റെ പേരിലുമുള്ളതായ നന്ദി എല്ലാവരെയും അറിയിക്കുന്നു. സന്തോഷം കൊണ്ടാണ് വിക്കിപ്പോയത്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ KCSL ദുബായ് പ്രസിഡന്റ് മിസ് എലീന ബിജുവിനെ ക്ഷണിക്കുന്നു. Good morning, everyone. First of all, let me wish you all a very happy Onam. Onam is not just a festival. It is a magical time when we all become experts in wearing kasavu mundu and sari. And also when our plates of sadhya looks like an art exhibition before we start eating. And of course, within 5 minutes, it turns into abstract modern art. My appan often tells me about how Onam was during his childhood. അന്നൊക്കെ വെളുപ്പിനെ എണീറ്റ് അപ്പുറത്തെ ശാന്ത ചേച്ചിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ സോമനാടിലോ വീട്ടിൽ ചെന്ന് പൂക്കൾ പറിച്ച് പൂക്കളിടായിരുന്നു. പിന്നെ അടുക്കളയിലാണേലോ ഭയങ്കര ബഹളം. ആൻഡ് വെയിറ്റിംഗ് ഈഗർലി ഫോർ ദ സദ്യ ഫ്രഷ്ലി പ്രിപ്പയർഡ് അറ്റ് ഹോം. എൻ്റർടൈൻമെൻറ്റ് മെൻറ്റ് ഗെയിംസ് വിത്ത് കസിൻസ്, പിന്നെ പാട്ട്, പിന്നെ ചില സമയത്ത് പഴങ്കഥകൾ ഫ്രം അമ്മച്ചി. ആൻഡ് ദ ഹോൾ ഫാമിലി വുഡ് സിറ്റ് ടുഗെദർ, ടോക്ക്, സെലിബ്രേറ്റ്, ബട്ട് സിമ്പിൾ, ഫുൾ ഓഫ് ഹാർട്ട്. Now let's compare that to our Onam. Today, flowers come neatly packed from Lulu hypermarket. Pookalam designs from Pinterest and Instagram. And Sadhya comes from the best caterer in Karama, even delivered through Talabat. Instead of Parangadas, we spend time rehearsing Insta reels, and before eating Sadhya, there's always that one person who shouts, "Kadikkan thodangalle, photo edukkan baakiyundu." Truly, the times have changed, but the spirit of togetherness remains the same. Over the past 6 months as the KCSL president, I felt the same spirit of togetherness. At first, I thought my role was all speeches and photos, but quickly realized it also meant managing endless WhatsApp notifications, chasing after people who will say, "I'll come," pinna ayala parisarath kaanilla. But through it all, I've been blessed with an incredible support system. My parents stood by me with constant encouragement. My appan, who has been feeding me with varieties of ideas to make KCSL as colorful as possible. And my mummy, who was there to say, "No, nirtha mancha, avalalla president, avalulla karyathil reethi cheyate," when appan confuses me with lots of ideas. And as well as occasional reminders from both of them, like, "Nee endelum cheyyunnundo, adu president aayittu perinu vendi irikkuvaano." My team and coordinators, what can I say? You have been the backbone of everything. Truly, we are not just a team. We are a family. Looking ahead, we have exciting plans for KCSL. Cultural programs, charity events, movie night, whatever it is, I ensure it won't be boring. So, just like Onam has changed from my appan's time to mine, but still carries the same joy, I hope KCSL too will continue to grow and adapt while holding on to the same unity and spirit. Once again, wishing you all a happy Onam filled with joy, laughter, and of course, plenty of payasam, because that's the only reason I came today. Thank you and enjoy the celebrations. അടുത്തതായി നമ്മുടെ ഈ വർഷം 10th ആൻഡ് +2 കഴിഞ്ഞ നമ്മുടെ സ്വന്തം കുട്ടികളുടെ അവരുടെ വിജയത്തിൽ നമ്മൾ പങ്കുചേരുന്ന നിമിഷമാണ്. അവരെ അഭിനന്ദിക്കുന്ന ഈ നിമിഷത്തിൽ അവരുടെ ലിസ്റ്റ് വായിച്ച് നമ്മൾ അവർക്ക് മൊമെൻറ്റോ കൊടുക്കുകയാണ്. അതിനായി KCSL കോർഡിനേറ്റർ നമ്മുടെ കുട്ടികളെല്ലാം ഒന്നായി ചേർത്ത് കൊണ്ടുപോകാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ KCSL കോർഡിനേറ്റർ രേഷ്മ മനുവിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് എല്ലാവരും കുട്ടികളില്ലെങ്കിൽ അവരുടെ പാരൻസോ അടുത്ത ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എത്രയും പെട്ടെന്ന് കയറി വരേണ്ടതാണ്. ഫസ്റ്റ് വിളിക്കുവാണ്. നമ്മുടെ 12th പാസ് ഔട്ടായ 6 കുട്ടികളാണ്. ഫസ്റ്റ് പേര് വിളിക്കുകയാണ് ലെന ആൻഡ് ജോബി. ലെന നാട്ടിലാണ്. സിന്ധു ചേച്ചിനെ വിളിക്കുന്നു. ലെന ആൻഡ് ജോബി. ഷാജി ചേട്ടനെ സമ്മാനം കൊടുക്കാനായിട്ട് വിളിക്കുന്നു. മൊമെൻറ്റോ കൈമാറുന്നത് നമ്മുടെ KCC ദുബായ് പ്രസിഡന്റ് ഷാജങ്ങളാണ്. നല്ലൊരു കയ്യടി നൽകാം. അടുത്തത് ക്രിസൽ ജോജിയാണ്. ക്രിസൈൽ ജോജി അവരിവിടെ എത്തിച്ചേർന്നിട്ടില്ലാന്ന് തോന്നുന്നു. സമ്മാനം വാങ്ങിക്കാനായി മനുവിനെ വിളിക്കുന്നു. ഷാജി ചേട്ടൻ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് നമ്മുടെ അഭിമാന നിമിഷമാണ്.
അടുത്തത് സേറ ചിന്നു ഷാജി. സമ്മാനം വാങ്ങാനായി റിനിമോളേച്ചിനെ, സെറയുടെ മദർ റിനിമോളേച്ചിനെ ക്ഷണിക്കുന്നു. ടോമി ചേട്ടായിനെ സമ്മാനം കൊടുക്കാനായിട്ട് വിളിക്കുന്നു. ടോമി ചേട്ടായി സമ്മാനം കൊടുക്കാൻ. അടുത്തതായി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി എൽവി ചേച്ചിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഉള്ളത് മാത്യു ജോബിയാണ്. ജോബി ചേട്ടായിനെ വിളിക്കുന്നു. അടുത്തതായി സമീറ പോളാണ്. സമീറ പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പ്രിയ ചേച്ചിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സമീറ പോളിൻ്റെത് ജേബ സമ്മാനം കൊടുക്കുക. സമീറ പോളാണ്. സമീറ പോളിന് പകരം പ്രിയ ചേച്ചി ക്ഷണിക്കുകയാണ്. അടുത്തത് ജോർജ് കുട്ടീനെ സമ്മാനം കൊടുക്കാൻ വിളിക്കുകയാണ്. അടുത്ത ആള് എബ്രഹാം ദീപു മാമ്പള്ളിയിലാണ്. അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. മോളി ആൻറ്റീനെ ക്ഷണിക്കുകയാണ് സമ്മാനം മേടിക്കാനായിട്ട്. എല്ലാവരും ഒരു നല്ല കൈയ്യടി കൊടുത്തേ. പിള്ളേരില്ല, ബട്ട് സ്റ്റിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെയാണ്. സോ നമ്മുടെ പിള്ളേരെല്ലാം നല്ല ഗ്രേഡ്സോടുകൂടിയാണ് ഈ 6 കുട്ടികളും പാസ് ഔട്ട് ആയിരിക്കുന്നത്. എല്ലാവരും തന്നെ ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. അടുത്തത് ഗ്രേഡ് 10 ആണ്. ഈവ ആൻഡ് ഷാജിയാണ്. ഈവ ആൻഡ് ഷാജിയുടെ സമ്മാനം വാങ്ങാനായിട്ട് അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് സേറാനെ ക്ഷണിക്കുന്നു. ടോമിനെ ക്ഷണിക്കുകയാണ്. സമ്മാനം കൊടുക്കുവാനായിട്ട് KCYL പ്രസിഡന്റ് ടോമിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ടീന ബെനിയാണ്. ടീന ബെനിക്ക് സമ്മാനം കൊടുക്കാനായി ലൂക്കോസ് എഡൈനേഷൻ. ലൂക്കോസ് ഇപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ പാസ് ഔട്ടായ പിള്ളേർ വരുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ നല്ല കയ്യടിയോട് കൊടുത്തേ ശരിക്കും. അടുത്തത് അലീഷയാണ്. അലീഷ മേരി എബി. അലീഷയ്ക്ക് സമ്മാനം കൊടുക്കാനായി ജോസഫ് ഏട്ടനെ ക്ഷണിക്കുന്നു. അടുത്തത് അഭിനവ് ഫിലിപ്പാണ്. അഭിനവ് ഫിലിപ്പിന് സമ്മാനം കൊടുക്കാനായി ജോളിഞ്ചേട്ടനെ വിളിക്കുന്നു. നമ്മുടെ സ്വന്തം ആശേച്ചി. അഭിനവ് എത്തിയിട്ടില്ല, ആശേച്ചി ഉണ്ട്. അടുത്തത് ഹിമ മേരി ജെയിനാണ്. ഹിമ എത്തിച്ചേർന്നിട്ടില്ല. ജെനിച്ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ് സമ്മാനം വാങ്ങാനായി. സമ്മാനം കൊടുക്കാനായി മനു എബ്രാം. അടുത്തത് ഇഷാര മരിയ സോനു ആണ്. അവർ ആക്ച്വലി ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി മൈഗ്രേറ്റ് ചെയ്തതാണ്. ഇഷാരയുടെ സമ്മാനം കൊടുക്കാനായിട്ട് ബെന്യങ്കിളിനെ ക്ഷണിക്കുന്നു. സമ്മാനം വാങ്ങാനായിട്ട് ജമേറ്റനെ ക്ഷണിക്കുന്നു. ഇനി അടുത്തത് അടുത്ത ആൾ ക്രിസ് ബിജു ആണ്. ക്രിസിന് സമ്മാനം കൊടുക്കാനായിട്ട് അലക്സേട്ടായനെ ക്ഷണിക്കുകയാണ്.
സമ്മാനം വാങ്ങാനായിട്ട് അവരെത്തിച്ചേർന്നിട്ടില്ലാന്ന് തോന്നുന്നു. സമ്മാനം വാങ്ങാനായി തോമസ് ചാക്കോനെ ക്ഷണിക്കുന്നു. പലപ്പോഴും വാങ്ങിക്കാൻ പറ്റാത്ത സമ്മാനങ്ങൾ നമ്മൾക്ക് ഇങ്ങനെയെങ്കിലും മേടിക്കാമല്ലോ എന്ന്. അപ്പം ഇത്രയും പേരാണ് നമ്മുടെ പിള്ളേർ. താങ്ക് യു. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായി തുഷാർ ചേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എൻ്റെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസത്തോളം കാലമായി, എനിക്ക് അവധിക്ക് മുൻപ് തന്നെ നമ്മുടെ പ്രാക്ടീസുകളൊക്കെ ആരംഭിച്ചിരുന്നു. അപ്പം അത് മനോഹരമായിട്ടുള്ള പ്രാക്ടീസുകൾക്ക് ശേഷം ഈ വേദി ഒരു വലിയ കലാപ്രകടനത്തിനും കലാമാമാങ്കത്തിനും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തി. ഇന്നലെ വളരെ സന്തോഷം തോന്നി. ഞങ്ങളെല്ലാവരും പറയുകയായിരുന്നു, ഇന്നലത്തെ നമ്മുടെ KCC ദുബായിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളായിട്ട് തന്നെ സ്വന്തമായിട്ട് കരുതുന്ന പാർക്കിൽ 100-നടുത്ത ആളുകൾ ഒരുമിച്ച് കൂടുകയും നമ്മുടെ മെഗാ പ്രാക്ടീസുകളൊക്കെ നടത്തുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഇവരൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണൽ ഹാർമണിയുടെ വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ഓണം സെലിബ്രേഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കൊടുക്കുന്ന മലയാളികളായിട്ടുള്ള എല്ലാവരും, അത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ ഒരു ആഘോഷത്തിൻ്റെ സമയം കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആഘോഷം എടുക്കുക എന്നുള്ളതാണ്, ആ വാക്കെടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരും ആഘോഷിക്കുക, നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് നമ്മുടെ ഓണം പൊന്നോണം 2025 ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഷാജി ചേട്ടനാണ്. ഷാജി ചേട്ടനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ആശംസാ പ്രസംഗങ്ങളായിട്ട് നമ്മളുടെ പോഷക സംഘടനകൾ, അതുപോലെ UAE പോഷക സംഘടന ഉണ്ടായിരുന്നു. KCWA UAE പ്രസിഡന്റ് LV മരയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. KCYL UAE പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. KCWA ദുബായ് പ്രസിഡന്റ് ജയബശേഷിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. KCYL ദുബായ് പ്രസിഡന്റ് ശ്രീ ടോമിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ KCSL കുട്ടികളുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ എലൈനയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ സീനിയർ മെമ്പേഴ്സ് ടോമി ചേട്ടായി, ബെന്നി ചേട്ടൻ, ജോളിൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്, ബിജുമോൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ. ഒപ്പം നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒത്തിരി ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നണിയിലായിരുന്നു. എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. നമ്മുടെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. പൂക്കളം ഒരുക്കിയ KCYL, KCSL കുട്ടികളുടെ പ്രോഗ്രാംസ്, ഇതിനൊക്കെ അണിയിച്ചൊരുക്കിയവർ, അതിൻ്റെ കോറിയോഗ്രാഫേഴ്സ്, ഇതിനൊക്കെയായിട്ട് പ്രാക്ടീസുകൾക്കായിട്ട് വീട് തുറന്നു തന്നവർ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തവർ, എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റേഴ്സ്, ഇതിൻ്റെ ഞാൻ ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കമ്മിറ്റി മെമ്പേഴ്സായിട്ട് ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഇതൊരു ഓർമ്മ അല്ലെങ്കിൽ എല്ലാവരുടെയും ആഘോഷിക്കുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പരസ്പരം നന്ദി അറിഞ്ഞ് എല്ലാവരും ആഘോഷിക്കുക എന്നുള്ളത് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കലാപ്രകടനങ്ങൾക്കായി വേദി തുറന്നു കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്.